നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാധാരണക്കാരിയായ വർഷയെ ഭാര്യയായിട്ട് സ്വീകരിച്ചതും ആ ജീവകാരുണ്യത്തിന്റെ ഭാഗം തന്നെയാ. ഇത് കുറുപ്പ് സാറിന്റെ പാർട്ടി സെക്രട്ടറി. അറിയാം, പത്രത്തിലും ടിവിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയാണ് പ്രകാശ് സാറുമായി അടുക്കാൻ പോകുന്നത്. പ്രകാശ് വയ്ക്കോ, എന്ത് സഹായത്തിനും എന്നെ വിളിക്കാം. താങ്ക് യു സാർ. ശരി എന്നാ. പണിയേറ്റു. 20,000 രൂപ കൂടി വന്നിരിക്കുന്നു. നമ്മളെ ചികിത്സിച്ച് സുഖപ്പെടുത്താം. പ്രകാശേട്ടന്റെ അഭിപ്രായ വ്യത്യാസങ്ങളും അകൽച്ചയും ഒക്കെ എങ്ങനെയും പരിഹരിച്ചെടുക്കാം. പക്ഷെ എങ്ങനെ രക്ഷപ്പെടുത്തും? വന്ദനമ്മേ, ഒന്നെങ്കിൽ എനിക്ക് കഥ പറഞ്ഞ, അല്ലെങ്കിൽ എന്റെ കൂടെ കളിക്കാൻ വാ പ്ലീസ്. എനിക്ക് ബോറടിക്കുന്നു വന്ദനമ്മേ. മോളെ, അമ്മയ്ക്ക് തലവേദന എടുക്കുന്നു. ഞാൻ കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. തലവേദനയ്ക്കുള്ള മരുന്ന് ഞാൻ പരട്ടിത്തരാം. ഒരു ഡോക്ടർമ്മ വന്നിരിക്കുന്നു. മോള് കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കെ. ചെസ് കളിക്കാന്നാ വിനുവേട്ടൻ പറയുന്നത്. കള്ളക്കളി കളിക്കില്ലേ, ഞാൻ പിണങ്ങുവേ. എന്ന് മോള് പോയി കളിച്ചോ. ആദ്യം കണ്ണൂത്തി കളിക്കാം, എന്നിട്ട് ചെസ് കളിക്കാം. വന്ദനൻ, അമ്മയും വർഷയും കൂടെ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു. വർഷയുടെ പേരില് വിക്രം പുതിയ കമ്പനി തുടങ്ങാൻ പോണത്രേ. വർഷയായിരിക്കും ആ കമ്പനിയുടെ ബിസിനസ് കാര്യങ്ങളെ മുഴുവൻ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞ് പെണ്ണുങ്ങോട്ട് പോയതേ ഉള്ളൂ. കോടിക്കണക്കിന് പണം കൈകാര്യം ചെയ്യാനുള്ള മഹാഭാഗ്യമല്ലേ വരാൻ പോകുന്നത്. എന്താ വന്ദനയ്ക്കൊരു വിഷമം പോലെ? അല്ല, വർഷമോള് ഭാഗ്യവതിയൊക്കെ തന്നെയാ. കോളേജിൽ പോയി കുറെ അധികം ലോകചരിത്രമൊക്കെ അവള് പഠിച്ചിട്ടുമുണ്ട്. ആ അറിവ് മാത്രം വെച്ചുകൊണ്ട് കോടികളുടെ കണക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവൾക്കുണ്ടാവോ? അതാ എന്റെ വിഷമം. ആ വിഷമൊന്നും വേണ്ട വന്ദനെ. കോടികളിട്ട് അമ്മാനമാടി നല്ല പരിചയമുള്ളവനാ വിക്രം. അയാളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വർഷയ്ക്ക് വലിയ സഹായമായിരിക്കും. പിന്നെ നല്ല ശമ്പളത്തില് കുറെ മാനേജർമാരെയും സ്റ്റാഫുകളെയൊക്കെ വെച്ചാ പോരെ, കാര്യങ്ങളൊക്കെ അവര് ചെയ്യും. പിന്നെ ഒപ്പിടുന്ന ചുമതലയെ വർഷയ്ക്കുണ്ടാവും. അതൊക്കെ കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ? നിനക്ക് വർഷയുടെ കാര്യത്തില് എന്തോ ആശങ്കയുള്ളതുപോലെ. കാൽ കാശിന് പോക്കില്ലാത്ത ഒരുവളെ ഒരാള് പെട്ടെന്ന് ഭാര്യയാക്കി കോടികളുടെ ലോകത്തേക്ക് കൊണ്ടുപോവുക. അതിനകത്ത് എന്തോ ഒരു പന്തികേട്. ഒരു പന്തികേടും ഇല്ല. കാൽ കാശിന് പോക്കില്ലാത്ത കൂട്ടർക്ക് കൈത്താങ് കൊടുക്കുന്നവനാ വിക്രം. ഈ കുടുംബം മുങ്ങിപ്പോവാതെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് രക്ഷിച്ചത് വിക്രം അല്ലേ?
യാതൊരു പോക്കുമില്ലാത്തവർക്ക് സൗജന്യമായിട്ട് പണം വാരിക്കൊടുക്കാൻ ഒരു കൗണ്ടർ തന്നെ തുറന്നിട്ടുണ്ട് വിക്രം. അത് പണത്തിന്റെ കാര്യം. ലോക്കപ്പിൽ കിടന്ന അച്ഛനെയും അമ്മയും വന്ദനയും രക്ഷിച്ച കാര്യം മറന്നോ? രായ്ക്ക് രാമാനം അവരെ ഇവിടെ എത്തിച്ച് ആ SIയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചവനാ വിക്രം. അതാ വിക്രമിന്റെ സ്വാധീനം. അതുപോലെ എത്രയോ ഉദാഹരണങ്ങൾ. സാധാരണക്കാരിയായ വർഷയെ ഭാര്യയായിട്ട് സ്വീകരിച്ചതും ആ ജീവകാരുണ്യത്തിന്റെ ഭാഗം തന്നെയാ. അങ്ങനെയുള്ള വിക്രമിന്റെ കാര്യത്തിൽ പന്തികേടെന്നൊരു വാക്ക് ഉച്ചരിക്കുന്നത് പോലും നന്ദികേടാ. ഇവരോടൊന്നും വിക്രമിന്റെ തനിനിറം വെളിപ്പെടുത്തുന്നത് ബുദ്ധിയല്ല, വിശ്വസിക്കില്ല. പിന്നെ ആരോടാ പറയേണ്ടത്? ആരാ എന്നെ വിശ്വസിക്കുന്നത്? ശ്യാം മാത്രമാണ് ഏക രക്ഷാമാർഗം. വന്ദനെ, എന്താ നീ ഇത്ര തലപുകഞ്ഞ് ആലോചിക്കുന്നെ? എന്താ വന്ദനയ്ക്ക് മാത്രം വിക്രമിനെ കുറിച്ചൊരാശങ്ക? എനിക്കൊരാളെ വിളിക്കണം. ആരെയാ വന്ദനെ വിളിച്ചത്? എന്റെ ഒരു ഫ്രണ്ടിനെ എടുത്തേ, കിട്ടിയില്ല. എനിക്കെന്തോ തലവേദന പോലെ. ആണോ? ഞാൻ ടാബ്ലറ്റ് എടുത്തു തരാം. അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്ക്. ശ്യാമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ആ വഴിയും അടയുണ്ടല്ലോ ദേവി. അങ്കിളെ, നമുക്ക് ഒളിച്ചു കളിക്കാം. ഒരുപാട് ഓളം തീരുമ്പോൾക്ക് പറ്റില്ല. അതുകൊണ്ട് വിനുങ്ങൾ ദൂരെ ഒന്നും പോവരുതേ. എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 10. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.